ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാൽവാഴക്കാണ് കേട്ടോ. കോഴിക്കോടൻ സ്പെഷ്യൽ പാൽവാഴക്ക. മലപ്പുറം ഉണ്ട്, കോഴിക്കോടും മലപ്പുറവും ഉള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ഈ ഒരു പാൽവാഴക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2-3 വീഡിയോ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പഴം വാട്ടിയത് കാണിച്ചിരുന്നു, കോഴിക്കോടൻ പഴം വാട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് വന്നിരുന്നു. ഞങ്ങളിൽ ചവ്വരി ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്, ഇങ്ങനെയല്ല ചവ്വരി ചേർത്തിട്ട് ഇനി പാൽവാഴക്ക എന്ന് പറയും, ഇതാണ് ഈ പാൽവാഴക്ക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് പാൽവാഴക്കല്ല, അത് പഴം വാട്ടിയതാണ്. പാൽവാഴക്ക എന്ന് പറയുന്നത് വേറൊരു ഐറ്റമാണ്, അതും കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ സാധനം തന്നെയാണ്. അപ്പോൾ അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. കമൻസ് ഇട്ട ആൾക്കാർക്ക് അറിയാം അതെന്താണെന്നുള്ളത്. പക്ഷേ വേറെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താണ് ഈ പാൽവാഴക്ക എന്ന് പറഞ്ഞതെന്നുള്ള. അപ്പോൾ ഇന്നതാ ഞാൻ ആ പാൽവാഴക്കാണ് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കട്ടെ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാൽവാഴക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് ചവ്വരിയാണ്. ചവ്വരി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സാബൂനരി എന്നാണ് പറയുക കേട്ടോ. സാബൂനരിയാണ് ഇത് സാധനം. പക്ഷേ അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ചവ്വരി എന്ന് പറയുന്നത്. ഒരു അരക്കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ട് ഊറ്റിയെടുത്തതാണ് കേട്ടോ. അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മണിക്കൂർ നേരം ഇതൊന്ന് പൊതിർത്തി വെക്കുന്നത്. അരമണിക്കൂറൊക്കെ പൊതിർത്തിയാലും മതി കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ പൊതിർത്തുക, എന്നിട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവരിക, വെള്ളമൊക്കെ പൊക്കിയിട്ട് എടുക്കുക. അതിന് ഞാൻ വേവിക്കാൻ വേണ്ടി പോവുകയാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഒരു 4-5 കപ്പ് വെള്ളം തന്നെങ്കിലും ഒഴിച്ച് കൊടുക്കണം. അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ഒരു മണിക്കൂർ പൊതിർത്തിയത് കൊണ്ട് തന്നെ ഒന്ന് തിളച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് വരും കേട്ടോ. തിള വരുമ്പം തന്നെ ഇത് ട്രാൻസ്പെറൻറ്റ് ആവാൻ വേണ്ടി തുടങ്ങും. ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ കളർ ഇല്ലാണ്ടായി മാറും. ഈ വെള്ള കളർ ഒരു വെള്ളത്തിൻ്റെ കളറിലേക്ക് മാറും. ഈ വൈറ്റൊക്കെ പോയിട്ട് വരും. അതാണ് ഇത് വെന്ത് എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങി വരുന്ന കണ്ടില്ലേ. ശരിക്കും നല്ലൊരു മുത്തുമണി പോലെയാണ് ഉണ്ടാവുക. ശരിക്കും ഇങ്ങനെ ഒരു എന്താ പറയുക, പേൾസ്. ശരിക്കും എന്താ ഈ ചവരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സാഗോ പേൾസ് എന്നാണ് ഇതിന് പറയുക. നമ്മളെ പൂള കപ്പ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണിത്. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതായത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് ട്രാൻസ്പെറൻ്റ് ആവാൻ തുടങ്ങിയിട്ടോ. ഇളക്കിയും കൊണ്ട് നിൽക്കണം, ഇത് പെട്ടെന്ന് അടി പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം, ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പാകം മതി, വല്ലാണ്ടങ്ങ് ട്രാൻസ്പെറൻ്റ് ആവാൻ നിൽക്കണ്ട. ഒരു മുക്കാ ഭാഗം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇത് ചൂടൊന്ന് തണിയുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ കളറൊക്കെ വെള്ളത്തിൻ്റെ കളറായിട്ട് മാറിക്കോളും. ഇത് അടുപ്പത്ത് തന്നെ ഫുള്ളായിട്ട് ട്രാൻസ്പെറൻ്റ് ആകാൻ വേണ്ടി നിൽക്കണ്ടില്ല കേട്ടോ. ഇതിന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഈ ഒരു പാൽവാഴക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചാണ്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, പശു നെയ്യില്ല, അതാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് വേണ്ടത്. അത് രണ്ടും ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം കേട്ടോ. അതിനൊന്നൊരു കൃത്യമായ അളവൊന്നുമില്ല. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങിയാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കിസ്മിസ് ഒന്ന് വാടട്ടെ, ഒന്ന് ഫ്രൈ ആയാൽ നമുക്കിത് കോരി മാറ്റുകയും ചെയ്യാം. ഇപ്പോൾ അത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് നമുക്ക് ഇത് കോരി മാറ്റാം. അല്ലെങ്കിൽ ആ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി പോകും. തിന്നണ സമയത്ത് നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ തിന്നണമെങ്കിൽ മാറ്റി വെക്കലാണ് നല്ലത്. ഇനിയിപ്പോൾ ഞാനൊരു 3 പഴുത്ത നേന്ത്രപ്പഴം ഇവിടെ മുറിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കട്ടോ, ഏത് ഷേപ്പിൽ മുറിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു 3 പഴം, നല്ല ഏകദേശം കുറച്ച് അത്യാവശ്യം പഴുത്ത പഴം എടുക്കലാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. തീരെ കറകുത്തുന്ന പഴം വേണ്ട, ഒരു അത്യാവശ്യം പഴുത്തത്. എന്നാലും വല്ലാണ്ട് അലിഞ്ഞു പോകാനും പാടില്ല. ചെറുതായിട്ട് ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് നെയ്യിൽ ഇങ്ങനെ ഇട്ടാൽ മതിട്ടോ. വല്ലാണ്ട് അങ്ങ് വാടി പോകുമൊന്നും വേണ്ട. ചെറുതായിട്ട് ആ നെയ്യൊന്ന് നെയ്യിൽ കോട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു 10 സെക്കൻഡൊക്കെ മതി കേട്ടോ. ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഈ നെയ്യൊക്കെ ആ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് കോട്ടായിട്ടുണ്ട്. ഞാനൊരു കയ്യിൽ പഴം ഇവിടെ മാറ്റി വെക്കുന്ന ഒന്ന് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പാലാണ്. നമ്മളെ പശുവും പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 2.5 കപ്പ് പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങാപ്പാൽ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ. പക്ഷേ ഇതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് പശുവും പാലിലാണ് ഉണ്ടാക്കുക. പിന്നെ ഏറ്റവും ടേസ്റ്റും പശുവും പാലിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട, കോക്കനട്ട് മിൽക്കാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരിക്കുള്ള റെസിപ്പി ഇതാണ് കേട്ടോ, പശുവും പാലാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ കിടന്ന് ഈ പഴം ഒന്ന് വെന്ത് വരണം. ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു പഴം നന്നായിട്ട് വെന്ത് വരിക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കുക, പഞ്ചസാര. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ആദ്യം ഞാനൊരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പാണ് ഞാനിപ്പോൾ ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് വരെ ഇതൊന്ന് തിളപ്പിക്കണം. എന്നാലാണ് ആ പഴം നന്നായിട്ടൊന്ന് വെന്ത് വരിക. അപ്പോൾ പാലിൽ കിടന്നിട്ടാണ് നമുക്ക് പഴം വെന്ത് കിട്ടേണ്ടത്.
അപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒന്ന് വെന്ത് വരാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പഴത്തിൻ്റെ കളറൊക്കെ നല്ലൊരു മഞ്ഞ കളറിലേക്ക് മാറും. നമ്മൾ ഇടുന്ന സമയത്ത് ഒരു എന്താ പറയുക മഞ്ഞ ഒരു ഓറഞ്ചോട് കൂടിയ മഞ്ഞാണ് ഉണ്ടാവുക. അത് വെന്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാലിൻ്റെ ഇതും കളറും മാറി, അതേപോലെ തന്നെ പഴത്തിൻ്റെ കളറും നല്ലൊരു മഞ്ഞ കളറിലേക്ക് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇതൊരു 3-4 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഇതാണിത്. ഇപ്പോൾ ചവ്വരിൻ്റെ കളർ കണ്ടോ, ഫുള്ളായിട്ട് ഒരു വെള്ളത്തിൻ്റെ കളറായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ മുഴുവനായിട്ട് പതപ്പിച്ചിട്ട് വെള്ള കളർ ആവണ വരെ വെയിറ്റ് ചെയ്യേണ്ടിയില്ല. അത് ചൂടാറുന്ന സമയത്ത് അതങ്ങ് ട്രാൻസ്പെറൻ്റ് ആയിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ പകുതി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി പകുതി ചേർക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചവ്വരി പെട്ടെന്ന് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് കട്ടായി പോവും. അതുകൊണ്ട് തന്നെ ആദ്യം പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, അത് ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് വടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് സാബുനരിയാണ് ഇപ്പോൾ ഇതിനെടുത്തത്. ഈ ഒരു 2.5 കപ്പ് പാലിൻ്റെ അളവാണ് പറയുന്നത്. 3 പഴമാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഇത് കറക്റ്റാണ്. സാബുനരി കൂടിപ്പോയാൽ ഭയങ്കര കട്ടിയായിപ്പോവും. ഭയങ്കര കട്ടിയിൽ വേണ്ട. നമുക്കിത് സ്പൂൺ കൊണ്ട് ഒരു കോരി കുടിക്കുന്ന ഒരു എന്താ പറയുക ആ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. പിന്നെ അത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകുകയും ചെയ്യും. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. പിന്നെ ഒന്ന് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആ ഉപ്പും ആ ഒരു ഏലക്കായൻ്റെ പൊടിയും കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഴം ഉടഞ്ഞു പോകരുത് കേട്ടോ. നിങ്ങൾ ഇളക്കുന്ന സമയത്തൊന്നും പഴം ഉടഞ്ഞു പോകരുത്. അതങ്ങനെ കഷ്ണമായിട്ട് തന്നെ ഉണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. പഴം ഉടഞ്ഞു പോയാൽ പിന്നെ മൊത്തത്തിൽ മഞ്ഞ കളറായി പോവും. ഈ ഒരു വെള്ള കളർ ഉണ്ടാവില്ല പിന്നെ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫാക്കി ഇപ്പോൾ റെഡി ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറവാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ഞാൻ 1/2 കപ്പാണ് ഇപ്പം പഞ്ചസാരയിലിട്ടത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. മധുരം എത്രയൊക്കെ ചിലപ്പോൾ ചിലർക്ക് കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറവായിരിക്കും. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വിളമ്പണത് കേട്ടോ. ഇപ്പോൾ ഇതിനൊരു കട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കുറച്ചൊന്ന് ചൂട് ലേശം ഒന്ന് ആറിയിട്ടുണ്ട്. ഞാൻ പുറത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാവുക. ഇനി ഇതൊന്നും കൂടെ ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ കട്ടിയാവും കേട്ടോ. പിന്നെ വല്ലാണ്ട് അധികം ഇളക്കി കളിക്കാൻ പോകരുത്. അധികം ഇളക്കുമ്പോൾ സമയത്ത് ഇത് കട്ടിയാവല്ല ചെയ്യുക, വെള്ളം പോലെ ആയിട്ട് വരും അധികം ഇളക്കാൻ നിന്നാൽ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോ ആയതുകൊണ്ട് ചെയ്യണം കേട്ടോ. അത് ഇതിലുള്ള ഒരു സ്റ്റെപ്പൊന്നുമല്ല. അപ്പോൾ ഞാൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. 2-3 അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പാൽവാഴയ്ക്ക്. നമ്മൾ പഴം വാട്ടിയത് കാണിച്ച പോലെ തന്നെയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഞങ്ങളെ മലബാറിൻ്റെ സ്വന്തം പാൽവാഴക്കാണിത്. ഇത് വേറെ സ്ഥലത്തൊന്നും ഇല്ല കേട്ടോ. മലപ്പുറവും കോഴിക്കോടും മാത്രമേ ഉള്ളൂ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുക എപ്പോഴും വിശേഷ ദിവസങ്ങളിലാണ് ഇത് ഉണ്ടാക്കുക. ഒന്ന് നമ്മളെ സുന്നത്ത് നോമ്പിൻ്റെ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കും. നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത്. അപ്പോൾ അങ്ങനത്തെ സുന്നത്ത് നോമ്പ് വരുന്ന സമയത്ത്, അതുപോലെ തന്നെ മരിച്ചിട്ട് 3-ൻ്റെ അന്നില്ല നമ്മളെ കണ്ണൂക്ക് എന്ന് പറയുന്നത് വേർക്കൽ, അന്നേരം ഉണ്ടാക്കും. അതേപോലെ തന്നെ മരിച്ചിട്ട് 1 വർഷം നമ്മൾ ആണ്ട് എന്ന് പറയില്ല, ആ സമയത്ത് ഉണ്ടാക്കും. അതേപോലെ തന്നെ അങ്ങനെ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് തുറക്കുണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു പാൽവാഴക്ക ഉണ്ടാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു പാൽവാഴക്ക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണമായിരിക്കും, അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.